അപ്പൊ മറ്റേ ഗ്രൂപ്പ് മുജാഹിദിന്റെ മറ്റേ ഗ്രൂപ്പ് നിങ്ങൾ മൗലിദ് ഇറക്കി ഞങ്ങൾ മാലൻ ഇറക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ മൗലവിയുടെ ഫോട്ടോ വെച്ച് ഒരു പട്ടാള തൊപ്പിയുള്ള ഫോട്ടോ ഒക്കെ വെച്ച് അവരിറക്കുകയാണ് ഇസ്ലാഹി മാസിക. എന്താ നമ്മളെ മാലക്ക് എങ്ങനെ മാല നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാ തിരിഫേറും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ. അങ്ങനെയാണ് ബിസ്മി അന്തൊക്കെ ചെയ്തിട്ടാ. എന്നാ മുജാഹിദിന്റെ മാല തുടങ്ങണത്, ഉമർ മൗലവി മാല തുടങ്ങണത് എങ്ങനെ? ഇസ്ലാമി മാസികയിൽ പറയാം, ആർക്കും വേണമെങ്കിൽ നോക്കാം. സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി തിരൂർക്കാട് തന്റെ വസതിയിൽ വെച്ച് തിരൂർക്കാടുള്ള ഉമർ മൗലവി മരിച്ചപ്പോ മൂപ്പര് നേരെ പോയത് എങ്ങോട്ടാ? നേരെ പോയത് സ്വർഗത്തേക്ക് ഒരൊറ്റ കുതിക്കലാണ്. നോക്കിങ്ങള്, ഞങ്ങളെ നാട്ടിലുണ്ട് ഈ പഞ്ചക്കാരന സാധനം, അതിന്റെ ഒരു കുരു എടുത്തിട്ട് ഇങ്ങനെ എപ്പിന്നുണ്ട് ഒറ്റ പോക്ക എന്ന മാതിരി മൂപ്പർ ഒരൊറ്റ പോക്ക സ്വർഗത്തേക്ക്. സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. മൂപ്പര് സ്വർഗത്തേക്ക് എത്തിയെന്നാ പറഞ്ഞത്. നോക്കണങ്ങൾ ഏത് ഇത് മൊഹീദി മാലുണ്ട്. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന വരി നമ്മൾ ചൊല്ലിയ ശിർക്കാണ്, ബിദ്അത്താണ്, നരകത്തേക്കാണ്, ശിർക്കിന്റെ ഏടാകൂടാ മൊഹീദി മാല. ഇത് ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞ ശുദ്ധ തൗഹീദ്, നേരെ സ്വർഗത്തേക്ക് ഒറ്റ തീർച്ചല്. നോക്കണങ്ങള് എന്താ ബലക്ക തൗഹീദ്. വിശദമായ മാലയെ ഒന്നും പറയാൻ നേരമില്ല. എന്നാലും രണ്ടുപേര് ചെല്ലാതിരിക്കാൻ പറ്റുള്ളൂ. മുജാഹിദിന്റെ വർക്കത്തിന് വേണ്ടി അല്ലപ്പത്, ഇത് മനസ്സിലാക്കാനാണ്. കേട്ടോളൂ. ഇനി അടുത്ത വരി. കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. അല്ലാ, കേരളത്തിലെ ജനങ്ങൾ മൊത്തവും കേഴുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? അല്ലാ ഉമർ മൗലവി പോയല്ലോ പോയല്ലോ പോയല്ലോ. നോക്കണങ്ങൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴാ പലരും അറിയണത് തന്നെ. ഇയാള് പറഞ്ഞ കേരള ജനത മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉമർ മൗലവി പോയല്ലോ പോയല്ലോ. എന്ത് മാല! അങ്ങനെ ചേതനയറ്റു കിടക്കുന്നു ദാസത്യം തെല്ലൂമിനി എഴുന്നേൽക്കില്ല എന്ന പോൽ. അല്ലാ, ഉമറിന്റെ മഹത്വം പറയാം. മൂപ്പർ അങ്ങനെ മയ്യത്തിറങ്ങുമ്പോ ഇതാ കിടക്കുന്ന മൂപ്പര് ഒരിക്കലും എഴുന്നേൽക്കൂല, ആ കോലത്തിൽ കിടക്കുന്നു. ഇത് ഖുർആനും സുന്നത്തിന് എതിരാ, സഹീഹുൽ ബുഖാരി മുസ്ലിമിൽ ഹദീസിന് എതിരാ. എന്നിട്ട് പറയാ തെല്ലൂനി എഴുന്നേൽക്കൂല, ഒരൊറ്റ കടത്താണ്. നോക്കണങ്ങള് മുജാഹിദിന്റെ ഓരോരോ മാലയാണ്, അറിയാൻ സമയമില്ല. മലയാള മണ്ണിന്നു സൗഭാഗ്യമായിതേ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. അല്ലാഹ്, ലോകത്താകെ 3 ഉമറ ഉള്ളത്. ആരാ? ഒന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് 5ാം ഖലീഫ എന്ന ഖ്യാതി നേടിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് പിന്നെ ആ മർത്തബയിലേക്ക് ഒക്കുന്ന ഒരാള് കേരളത്തിൽ ഉണ്ടെങ്കിൽ ആരാ? സർവ്വ മുസ്ലിമീങ്ങളും മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞ് ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ മരണശയ്യയിലേക്ക് കത്തെഴുതിയ ആള് അസ്ലിം തസ്ലിം, അസമൂല്യങ്ങള് മുസ്ലിമാണങ്ങൾ ഇപ്പൊ കാഫിറാണ് എന്ന് പറഞ്ഞ് കത്തെഴുതിയ മൂപ്പര് ആരാണെന്നാ പറഞ്ഞത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും. അത് കഴിഞ്ഞാൽ പിന്നെ ആ മർത്തബയിലുള്ള ആള് മൂപ്പരാണ്. എങ്ങനെയുണ്ട്? എന്താ മഹത്വം മാലൈ! അങ്ങനെ വരികൾ കാണാം. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. കേരളമുണ്ടായത് പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് എന്നൊരു ഐതിഹ്യമുണ്ട്. എന്നാ അത് ശരിയൊന്നുമില്ല. ദക്ഷിണ കേരളം നിന്റേതു മാത്രമാണ് എന്നാ പറഞ്ഞത്. ആരുടെ? ഉമർ മൗലവിന്റേത് മാത്രമാണ്. അള്ളാഹുവിന് വരെ പങ്കില്ല. കടുത്ത ചുരുക്കല്ല ഈ പറഞ്ഞിട്ട്. നോക്കണം. എന്നിട്ട് പറഞ്ഞത് എന്താ? നിന്റേതു മാത്രമല്ലേ ഗുരുൻ. ഗുരു എന്ന് പറഞ്ഞാൽ ഷെയ്ഖേൻ, അതിന്റെ അർത്ഥമാണ് ഈ ഗുരുൻ. മരിച്ചുപോയ ഉമർ മൗലവിയെ വിളിക്കുകയാണ് ഗുരു. നമ്മൾ വഫാത്തായ ഗൗസുൽ ആദമിനെ വിളിച്ചാലോ? യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാലോ? ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത് 4 വട്ടം, 1000 വട്ടം, 10000 വട്ടം, 900 വട്ടം കാഫിർ. ഇതോ? ഇതിനൊരു കുഴപ്പമില്ല. അങ്ങനെ ദീർഘമായ നിർത്തുകയാണ് ഞാൻ. അവസാനം പറയാ, സ്വർലോകം കൈക്കുള്ളി ലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ.
അതായത് ഉമർ മൗലവി ഇവിടെ ജീവിച്ചപ്പോ എങ്ങനെ എത്ര ഉണ്ടായിരുന്നത്? മൂപ്പര കയ്യിന്റെ ഉള്ളിലായിരുന്നു സ്വർഗം ഉണ്ടായിരുന്നത്. സ്വർഗലോകം ഒന്നാകെ പടച്ചോനെ 7 സ്വർഗം കൂടി എല്ലാം കൂടി 8 സ്വർഗം കൂടി മൂപ്പര കയ്യിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. 7 സ്വർഗം, ആകാശം, ഒരു സ്വർഗം തന്നെ ആകാശവും ഭൂമിയും നിവർത്തി വെച്ചാൽ എത്ര ഉണ്ടാവോ അത്രയും വിശാലമാണ്. ആ സ്വർഗം എവിടെ? മൂപ്പര കയ്യിന്റെ ഉള്ളിൽ. മൂപ്പര ഇങ്ങനെ നടക്കുമ്പോ അതിന്റെ ഉള്ളിൽ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ പൊട്ടിപ്പോകൂലെന്നാവോ? മൂപ്പര കയ്യിന്റെ ഉള്ളിലേ നോക്കണങ്ങള്. നമ്മളെ മുഹയ്യത്തിന് റിഫാഴി മാലയുണ്ട്. റിഫാഴി മാലയിൽ ഷെയ്ഖിന്റെ കറാമത്ത് പറയുന്നുണ്ട്. ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ളതായാരിതാരെന്ന് കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ. കണ്ടോ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായി പറയാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഗർഭാശയത്തിൽ വെച്ച് സംസാരിച്ചു എന്നും, അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഗർഭം ഭൂമിയിൽ 10 മാസമായി ഭൂമി ലോകത്തേക്ക് ജനിക്കാറായപ്പോ ബഹുമാനപ്പെട്ട റിഫായി ശൈഖിനോട് അള്ളാഹു പറഞ്ഞു എന്ത്? അടിമാദുനിയാവിലിറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരേ മുഷിന്തോവർ സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോൽക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. റിഫായി ശൈഖിനോട് അള്ളാഹു പറഞ്ഞു, റിഫായി ഷെയ്ഖ് എന്ന് പറയണ്ട, റിഫായി നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പൊ റിഫായി ഷെയ്ഖ് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ പോവുകയൊക്കെ ചെയ്യാം, പക്ഷെ എനിക്കും എന്റെ മുന്നേ പിൻപറ്റുന്ന ആളുകൾക്കും നീ സ്വർഗം നൽകണം എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു താല സ്വർഗം നൽകണം, റിഫായി ഷെയ്ഖ് സ്വർഗം നൽകണം എന്ന് മുജാഹിദ് പറയും. അള്ളാഹു പറഞ്ഞു സ്വർഗം തരൂല, റിഫായി ഷെയ്ഖ് സ്വർഗം തരണം. അങ്ങനെ ഒരു ഭയങ്കര വള്ളന്റെ ഉള്ളിൽ ഒരു സത്യാഗ്രഹം നടന്നു എന്നൊക്കെ പറയും. നോണ പറയാണ്, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇരിക്കട്ടെ, വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ എന്താ വിഷയം? അവിടെ റിഫായി മാലയിൽ കാണാ, അവർക്ക് അന്ന് 4 സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ ജനിച്ച് വളർന്നോവർ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 4 സ്വർഗം കൊടുത്തു. ഈ മാല പാടിയിട്ട് മുജാഹിദ് ചോദിക്കും, പടച്ചോനെ 4 സ്വർഗം റിഫായിക്ക് കൊടുത്താല് പിന്നെ ബാക്കി ലോകത്തുള്ള ആൾക്കാരൊക്കെ പാടെ 4 സ്വർഗത്തിന് മതി, എന്താ ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചു ഇങ്ങനെ കൊച്ചാക്കുന്നത് കാണാം. നോക്കണം നിങ്ങൾ, അതവിടെ നിൽക്കട്ടെ. 4 ബാക്കി 4 ഉണ്ടല്ലോ. ഇതങ്ങനല്ല. ഉമർ മൗലവിന്റെ പോരിശ പറഞ്ഞ എന്താ? സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയങ്ങു സമ്പാദിച്ചു ഭൂമിയെ. മൂപ്പര് ജീവിച്ചപ്പോ സ്വർഗലോകം ഒന്നാകെ മൂപ്പര കയ്യിന്റെ ഉള്ളിലിരുന്നു. റിഫായി ശൈഖ് ഏതായാലും ഒന്നാകാക്കിയിട്ടില്ലല്ലോ, 4 ആക്കിയിട്ടുള്ളൂ. നോക്കണം നിങ്ങൾ. എന്നിട്ട് ഇവരാ റിഫായി മാലയെ എതിർക്കുന്നത്. റിഫായി മാലയിൽ 4 സ്വർഗം കിട്ടി എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാ. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്കറിയില്ലേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. ഖുർആൻ പറയുന്നു 2 തോപ്പുകളുണ്ട്. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞു വമിൻ ദൂനിഹിമാ ജന്നത്താൻ, അത് കൂടാതെ 2 വേറെയുമുണ്ട്. 2 4. അവർക്ക് അന്ന് 4 സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ ജനിച്ച് വളർന്നോവർ. മാലയിൽ പറയുന്നത് ഖുർആൻ സുന്നത്തും അനുസരിച്ച് റെഡിയാണ്. പക്ഷെ അതിനെ വിമർശിക്കുന്ന മൗലവിമാർ അവർക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല. അവരുടെ നേതാവായ ഉമർ മൗലവിയുടെ മാല ഭംഗിയായി പാടുന്നു, എഴുതുന്നു. ഇത് അമീർ മദനി എന്ന് പറയുന്ന ഒരു മദനി, ഒരു മൗലവി എഴുതിയതാ. വിവരമില്ലാത്ത കുട്ടികൾ